വാർ മെഷീൻ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ആക്ഷൻ സയൻസ് ഫിക്ഷൻ മൂവിയാണ്. ഒരു പ്രെറ്റി ഗുഡ് മൂവിയാണ്. അലൻ റിച്ചാർഡ്സൺ ആണ് ഇതിൽ മെയിൻ റോൾ വന്നേക്കുന്നത്. അപ്പോൾ അടുത്ത കുറിച്ചിട്ട് വരാം. അതിന് മുമ്പ് വെൽക്കം ടു ജോ മൂവി വേൾഡ്. ഈ പടം എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ആക്ഷൻ സയൻസ് ഫിക്ഷൻ പടങ്ങളൊന്നുമല്ല. പക്ഷേ അവരുടെ ഒരു മേക്കിംഗ് ക്വാളിറ്റി, നെറ്റ്ഫ്ലിക്സുകാർ, ഞാൻ പറയട്ടെ, ഇതൊരു നെറ്റ്ഫ്ലിക്സിന് ഇറക്കേണ്ട പടമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ കോസ്റ്റോ കാര്യങ്ങളോ എല്ലാം നിങ്ങൾ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയധികം ഇൻവെസ്റ്റ്മെന്റ് ഇവർ ഇതിൽ നടത്തിയിട്ടുണ്ട്. കാരണം ഇതിലത്തെ ഈ ഒരു എന്താ പറയുക ട്രാൻസ്ഫോമർ ആയിട്ടുള്ള ഒരു ആളാണ് ഇതിലൊരു വില്ലൻ കാറ്റഗറി ആയിട്ട് വരുന്നത്. അത് പക്ക വർക്കാണ്. ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അതിൽ VFX ആണോ ഗ്രാഫിക്സ് ആണോ എന്നൊന്നും മനസ്സിലാവാത്ത രീതിയിൽ അത്രയും എന്താ പറയുക ഒരു സോളിഡ് ആയിട്ട് ഒരു നമുക്കൊരു ഇമ്പാക്റ്റ് കിട്ടുന്ന തരത്തിലുള്ള ഒരു മേക്കിംഗ് ക്വാളിറ്റി ഇതിനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഈ പറഞ്ഞ ആക്ഷൻസ്, ഈ ട്രാൻസ്ഫോമേഴ്സ്, പിന്നെ അലൻ റിച്ചാർഡ്സൺ, ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഇവരുടെ ആ ഒരു എന്താ പറയാ ഒരു കഥ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു വാർ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കുറെ എന്താ പറയാ സോൾജേഴ്സ് ഒരു എന്താ പറയുക പർവ്വതങ്ങൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു എന്താ പറയുക ഒരു ട്രെയിനിങ് എക്സസൈസിന് ഭാഗമായിട്ട് വരുമ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇത്, അതാണ് ഈ ട്രാൻസ്ഫോമർ അവിടെ ഉണ്ടായിരിക്കും. ഇവർക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ അതിനെങ്ങനെ ഇവർ നേരിടുന്നു, അതിനുള്ളിൽ നിന്ന് എങ്ങനെ ഇവർ രക്ഷപ്പെടുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്ലോട്ട്. ഒരു 1.5 മണിക്കൂർ, അതും ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. കാരണം ഇങ്ങനെയുള്ള പടങ്ങൾ വലിച്ച് വിട്ട് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ബോറടിക്കും. കാരണം അത് ഇങ്ങനത്തെ വന്നതല്ല കുറെ പടങ്ങൾ. അപ്പോൾ ഏറ്റവും വേഗത്തിൽ കഥ പറയണം, അത് കൂടുതൽ ആളുകളെ എൻഗേജ് ചെയ്ത് നിർത്തണം. അപ്പോൾ ഇതിലൊരു ചെറിയൊരു ഇമോഷണൽ കണക്ഷൻ ഉള്ള കാര്യങ്ങൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, കാരണം ഇതൊക്കെ കണ്ടതല്ലേ എന്ന് ചോദിക്കാം. പക്ഷെ ഇതിൽ ആ ഒരു ഇമോഷൻ വന്ന പ്രസന്റ് ചെയ്ത രീതി കൊള്ളാമായിരുന്നു. അവരത് ഓവർ ആക്കിയിട്ടില്ല, ഓവർ ഡ്രാമാറ്റിക് ഒന്നും ആക്കിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതില് ആക്ഷൻസ്, പിന്നെ ഈ നേരത്തെ പറഞ്ഞ ലൊക്കേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നല്ല രസമുള്ള പർവ്വത നിരങ്ങളുടെയും മറ്റേ വെള്ളച്ചാട്ടം അങ്ങനെ പുഴയുടെ ഉള്ളിലൊക്കെ ഈ ആക്ഷൻ നടക്കണത്. അപ്പൊ അത് തന്നെ കാണാൻ നല്ല രസമാണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആക്ഷൻ ബ്ലോക്ക് അടിപൊളിയാണ്. VFX അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടോപ്പായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും പറയണ്ട, ഈ ചങ്ങായി ഈ അലൻ റിച്ചാർഡ്സൺ അടാറ് സ്ക്രീൻ പ്രസൻസ് ആണ്. ഒരു ഹൾക്ക് പോലത്തെ ഒരു മനുഷ്യൻ, അത് എങ്ങനെ ഹീറോ ആയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. ഓൾറെഡി റീച്ചർ പടം കണ്ടവർക്ക് അറിയാം അങ്ങേരുടെ ഒരു എന്താ പറയുക ഒരു ഫിസിക്കൽ പ്രസൻസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന്. അത് ഇതിൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ഇമോഷണൽ കണക്ഷനും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുള്ള നല്ല സോളിഡ് ആക്ഷൻ ബ്ലോക്കുകളുള്ള ഫാസ്റ്റ് പേസിലായിട്ട് പോകുന്ന ഒരു പ്രെറ്റി ഗുഡ് ആക്ഷൻ മൂവിയാണ് വാർ മെഷീൻ. ഇപ്പം നിങ്ങൾ കണ്ടു നോക്കുക. പിന്നെ ഒരു പഞ്ച് ആയിട്ട് പറയുകയാണെങ്കിൽ പടം നിങ്ങൾ എന്തിനു കാണണം, ഇതിൽ നല്ല ആക്ഷൻസ് ഉണ്ട്, നല്ല ട്രാൻസ്ഫോമേഴ്സിന്റെ ആക്ഷൻ സീക്വൻസുകളുണ്ട്, പിന്നെ അലൻ റിച്ചാർഡ്സൺ ഉണ്ട്, ദ വാർ മെഷീൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എന്നെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.